ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇത് നമ്മുടെ പകൽക്കടിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇവിടുത്തെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ സ്നോ വീണ ദിവസമാണ് എന്നാണ് വെതർ ഫോർകാസ്റ്റ് പറയണത്. പുറത്തൊക്കെ വൈറ്റ് കളറാണ്. ഇതാ നോക്കോ, ഇവിടെ എനിക്ക് സ്നോമാൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ വർക്കിന് കയറാൻ വർക്കിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര സ്ട്രോമാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എന്താ പറയുക, -14 ഡിഗ്രി ആണ് പറയണത്, പക്ഷെ ഫീൽസ് ലൈക്ക് -22 ആണ്. സോ കാറ്റും മഞ്ഞും കൂടി എല്ലാം കൂടിയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. ഇന്ന് എന്തായാലും അടിപൊളിയായിരിക്കും. എന്തായാലും നോക്കാം. I'll take you guys with me. Okay, നമുക്ക് നോക്കാം, നമുക്ക് പോവാം. തണുപ്പ് എന്തായാലും ഇല്ല, കാരണം ഞാൻ ഇത് എന്തായാലും പറയാം, ഫുൾ കവേർഡായതുകൊണ്ട് തണുപ്പില്ല. പക്ഷെ ഭയങ്കര അയ്യോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും തോന്നുന്നുണ്ട്. സഹിക്കോ, ഇതൊക്കെ ഒരു പാറ പോലത്തെ സാധനമാണ് കിടക്കണത്. ദൈവമേ, ഈ മല ഞാൻ എങ്ങനെ കിടക്കും ഗൈസ്? അയ്യോ ദൈവമേ, വേണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പൊ നോക്കാം. എന്താ ചെയ്യുന്നേ ഞാനത് എനിക്കറിയില്ല. അങ്ങനെ വർക്ക് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നടക്കാൻ പറ്റുമോ നോക്കാം. ഈ മല കിടക്കണല്ലോ ദൈവമേ. ഓക്കെ, അത് കടന്നു. ഇനി വേറൊരു മലയും കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് നേരെ നടക്കാൻ നോക്കാം. ഇപ്പം നമുക്ക് പാതയോ കാര്യങ്ങളോ ഒന്നും അറിയണില്ല. സോ നമുക്ക് അവിടെ വേണമെങ്കിൽ നടക്കാം. ഐ തിങ്ക് സോ. എങ്ങനെയുണ്ട് ഗൈസ് ഇവിടുത്തെ കനേഡിയൻ വിന്റർ? കണ്ടിട്ട് എന്ത് തോന്നണു? എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. വർക്കിന് പോകാനുള്ള ഒരു ഇതുള്ളൂ. പക്ഷെ ഇത് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് കളിക്കാനാ തോന്നണത് ഈ മഞ്ഞത്ത്. സത്യം പറയാലോ, ചില സ്ഥലത്തൊക്കെ കുറച്ച് കഷ്ടപ്പാടുന്നുണ്ട്, പക്ഷെ കളിക്കാനാ തോന്നുന്നത് സത്യം. അവിടെ ഇവിടെയൊക്കെ കണ്ട മല കെട്ടി വെച്ചിരിക്കുന്നു, ഒരാളില്ല. പക്ഷെ എന്നാലും വർക്കിന് വരും, വർക്ക് ചെയ്യും. ഓക്കെ, തീരെ വനിത. അയ്യോ എനിക്ക് കാല് പോയി, സ്റ്റക്കായി ഇവിടെ. ഓക്കെ, അയ്യോ ഞാൻ സ്റ്റക്കായി. നമുക്ക് വഴി കണ്ടുപിടിക്കണം ഗൈസ്. അയ്യോ, വഴി കണ്ടുപിടിക്കണം. പതുക്കെ നടക്കാം.
ഓവർ വീഡിയോയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലൊക്കെ വീഴും. അപ്പോൾ പിന്നെ ഞാൻ കളിക്കേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഫ്ലാറ്റ് സർഫേസിലെത്തി. ഇനി കുറച്ചും കൂടി നടക്കാണ്ട് പറയാമല്ലോ. എൻ്റെ കണ്ണൊക്കെ എന്താ പറയുക, കറങ്ങണു. വെറും വെള്ള കണ്ടിട്ട് കറങ്ങണു. നല്ല 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 അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ വേഴ്സ്റ്റ് കണ്ടീഷൻ ലൈക്ക് ഈ കാനഡയിൽ തന്നെ ഇന്നാണ് ഈ വർഷത്തെ ഇന്നത്തെ വേഴ്സ്റ്റ് ക്ലൈമറ്റ് ഇന്നാണ്. സോ യു ക്യാൻ ഗെസ് ഇറ്റ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. കുറച്ച് ദിവസത്തിന് മോർണിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വി ആർ ബ്രേവ്. നമ്മൾ ഇതും കടന്ന് താണ്ടിയിരിക്കും ഗൈസ്. അല്ലേ അല്ലേ എല്ലാവരും കണ്ടാ? അവിടെ മെഷീൻ വന്നിട്ടുണ്ട് നേരാക്കാൻ. നോക്കിങ് ഉണ്ടാക്കാൻ നടന്നില്ലെങ്കിൽ നിമിഷ നീ എവിടെയെങ്കിലൊക്കെ കടന്ന് വീഴും. ഓക്കെ, ആളൊന്ന് എന്തൊക്കെയോ നടന്ന് പോയി വാങ്ങിക്കാൻ പോവാണ്. ബട്ട് യാ ദാറ്റ്സ് ദ കണ്ടീഷൻ. എന്തായാലും ഞാൻ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി വരാം. ഓക്കെ, എല്ലാം മല ആയിരിക്കണം. മല വന്നിരിക്കണം. മല ഇതിന് എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. ഞാൻ പോട്ടെ. നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ മലകളാണ്. മതിയായി. മല പറഞ്ഞ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാല് ഏത് വരെ പോകേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. ഉള്ളിപ്പോയി മുട്ട വരെ ഉള്ളിപ്പോയി. ഓക്കെ, അത്രയും കിടക്കുന്നുണ്ട്. എനിക്ക് ഇടയിലൊന്നും ചൂടാൻ പറ്റിയില്ല. എനിക്ക് നടക്കാനേ പറ്റണ്ടായിരുന്നില്ല. എന്തായാലും നീ വീട്ടിൽ പോട്ടെ, എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം ഞാൻ തണുത്ത് മരവിക്കുകയാണ് ഇപ്പോൾ. എന്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് അറിയോ? അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ അത്രയും സൂപ്പർ എക്സ്പീരിയൻസാണ്. എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ വീട്ടിലേക്ക് എത്തി. അയ്യോ, എനിക്ക് ചിരി വന്നോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിടന്ന് എന്താ പറയാ, ഫുൾ വെള്ളം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നൊക്കെ പറയില്ലേ. ഇത് വെള്ളപ്പൊക്കത്തിന് പകരം സ്നോ പൊക്കം. പക്ഷെ കാണുമ്പോൾ കളിക്കാനാ തോന്നുന്നത്. അതാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത്. ഈ വർക്കിന് പോകാനുള്ള ഒരു ഇതില്ല. അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, കളിക്കണം. അയ്യോ, എൻ്റെ മൂക്കൊക്കെ ചോദൂന്ന് തോന്നാതെ. കളിക്കണം എന്നുള്ള ഫീലിംഗ് ആണ് അതിന് വരിക. സോയാ തന്നെ ഇതൊക്കെ തന്നെ ആയിരുന്നു പടി. കഴിഞ്ഞു. ഞാൻ വീട്ടിൽ പോവാണ്. ഇനി ഒന്നൊന്നൊന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇത് ഈ ആഴ്ച മൊത്തമുണ്ട്. അപ്പോൾ നമ്മൾ മുങ്ങാൻ പോവാണ് എന്തായാലും. ഓക്കെ.